ഹലോ, ഇന്ന് കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തു. അപ്പം നമുക്ക് കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഇടാനാണ്. സവാളയും കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കാന്താരി മുളകും ഉള്ളിയാണ് ചതച്ച് വെച്ചേക്കണേ. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കാന്താരി മുളകാണ് ചേർക്കുന്നത്. അപ്പം നമുക്കിനി സവാള ഒന്ന് മുരിയണ വരെയും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ നമ്മൾ സവാള മുരിച്ചെടുക്കൂലേ, അതുപോലെ ശരിക്കും ഒന്ന് കളർ മാറി ആ ഒരു പച്ചച്ചുവ പോകാൻ വേണ്ടി, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം സവാള ഒന്ന് ശരിക്കും വാട്ടാം. നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി അതൊന്ന് ശരിക്കും മൂക്കണ വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ കൂർക്ക ഫസ്റ്റിൽ നമ്മൾ ഉപ്പിട്ട് കുറച്ച് മഞ്ഞളിട്ട് നമ്മൾ കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായി. അത് ഞാൻ കുക്കറിലിട്ട് അടിച്ചാണ് ഒറ്റ അടിയിൽ തന്നെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അധികം വേവണ്ട, ഒരടിയിൽ തന്നെ വേവും അത്. പിന്നെ ഒന്ന് കുറച്ചൊന്ന് ആവിയും കൂടി കളഞ്ഞാൽ അത് കുഴയില്ല, കറക്റ്റ് പാകത്തിൽ തന്നെ ഇങ്ങനെ വെന്തിരിക്കും. അടുപ്പത്ത് വെക്കണവരുണ്ട്, പക്ഷെ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി കുക്കറിലാണ് വെക്കാറ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വയ്ക്കും. ഇനി ശരിക്കും ഒന്ന് സവാള മുരിയണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാന്താരിമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കണം. നമുക്കിനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മിക്സിയിലിട്ടൊന്ന് അടിക്കുക കേട്ടോ ചെയ്ത്. കാരണം കല്ലിൽ വെച്ച് ചതച്ചാലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഒന്ന് മിക്സിയിൽ ഒരൊറ്റ അടി അടിച്ച് കാന്താരിമുളകും വെളുത്തുള്ളിയും ചെറുള്ളിയും ഒന്ന് അടിച്ചിട്ട് നമുക്ക് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും മുരിഞ്ഞ് വന്നിട്ടുണ്ട് സവാള. കണ്ട കളറൊക്കെ മാറി ഒരു റെഡ് കളറായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളതിലേക്ക് കാന്താരിമുളകിൻ്റെയൊക്കെ ഒന്ന് ഈ പച്ചച്ചുവ മാറി കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് ചൂടാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ശരിക്കും നല്ലൊരു ചൂട്, ശരിക്കും ഒരു റെഡ് കളറായി വരുന്നുണ്ട്. ശരിക്കും ഒന്ന് വരണ്ട് ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴാണ് നമ്മൾ കൂർക്ക അതിലേക്ക് ഇടുന്നത്. ഇനി നമുക്ക് കൂർക്ക അതിലേക്ക് ഇടാം. ശരിക്കും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ശരിക്കും ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു നല്ല പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടാവും ശരിക്കും അതൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.